ഒരു കുപ്പി റം അല്ലെങ്കിൽ വിസ്കി, റം അല്ലെങ്കിൽ വിസ്കി അല്ലെങ്കിൽ ബ്രാൻഡ്, ഇതിലേതിലും ഒന്ന്. ഒന്ന് തീരുമാനിക്കും. ബ്രാൻഡ് ആയിക്കോട്ടെ. ബ്രാൻഡി ആയിക്കോട്ടെ. ബ്രാൻഡി നിങ്ങള് ബാക്കിൽ നിൽക്ക്, പോയിട്ട് നിങ്ങള് ബാക്കിൽ നിൽക്ക്, ഇവിടെ വാങ്ങണ്ടേ. ബാക്കി ബാക്കി ഇത് എടുത്തിട്ട് വെച്ചിട്ടല്ലോ. എനക്കാട്ട് മുന്നേ ബാക്കി തരാം. ഞാൻ അത് കൊണ്ട് ഇതാക്കണമൊന്നുമില്ല. എവിടെ എനക്ക് വേറെ പണിയൊന്നുമില്ല. ശരിക്ക് നേരം വെളുത്തിട്ട് തുറന്നേ വഴിക്ക് ഇവിടെ വന്നിക്കണേ. എനക്കൊന്ന് ക്യൂ നിന്നാ പോരെ. ഇവിടെ വന്ന് ഇങ്ങനെ നിക്കണേ. അവിടെ നിന്നുകാണ്ട് ഇങ്ങനെ വെറുതെ മര്യാദക്ക് എന്നെ പോലെയല്ലേ ഇവിടെ എല്ലാരും ക്യൂ നിക്കണേ. മാജിക് മൊമെന്റ്സ് എത്ര വില? മാജിക് മൂവ്മെന്റ്സിന്റെ വില അതിന്റെ മുകളിലുണ്ടോ? മാജിക് മൂവ്മെന്റ്സിന്റെ വില 1770 കൊടുത്തിട്ട് 1600 സാറേ. 1600 എന്നാ അതിന്റെ പൈൻ്റ് എടുക്ക്. കൊടുത്തോ? അത് ഇത് ഭയങ്കര വില കുറയാണല്ലോ ഇതിന് സാധനത്തിനൊന്നും. ഭയങ്കര വിലയാണല്ലോ. വില കുറയ്ക്കാൻ പറയാട്ടോ. ഇത് ഒരു ദിവസം പണിക്കാശ് ഭയങ്കര കഷ്ടപ്പാടാണ്. അല്ല ഇത് വേറെ ഈ നേതാവുണ്ടോ? ഈ നേതാവ് സാധനം ഉണ്ടോ? ഈ നേതാവോ? അല്ല സാധനത്തിന്റെ പേരല്ല, ഈ ബീവറയിലെ യൂണിയന്റെ നേതാവില്ലേ ബേബി സാറെന്ന്. ബേബി സാറ് ഞാനാണ്. മേടിക്കണല്ല, ഒരു കാര്യം പറയണേന്ന്. ബേബി സാറ് ഞാനാണ്. നേതാവും ഞാൻ തന്നെയാണ്. എന്താ കാര്യം? ഞാനൊന്ന് കാണാമെന്നാണ്. എന്താണ് സാധനം? കേസ് വാങ്ങാൻ? ഇല്ല, ഇതൊരു ശുപാർശ കത്താണ്. ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലേ രുക്മിണി, അവര് തന്നതാണ്. അതെ, ഞാൻ KSRTC-യിലാണ്. അപ്പൊ ശമ്പളമൊന്നും ഇല്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. അപ്പൊ ഈ ബീവറേജിൽ ഡെപ്യൂട്ടേഷനിൽ എടുക്കണ്ടല്ലോ, അപ്പൊ ഒന്ന് സഹായിക്കാൻ വേണ്ടി സാറേ. നിങ്ങളൊരു തൽക്കാലം ഒരു കാര്യം ചെയ്യും. ഈ ശുപാർശ കത്തൊന്ന് കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് പോരും. ഞാൻ 1-1:30 ആകുമ്പോൾ ഊണ് കഴിക്കാൻ വീട്ടിൽ വരും. അല്ല സാറേ, എനിക്ക് വീട് അറിഞ്ഞൂടാ. വീട് അറിയണമെന്നില്ല. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നേതാജി നഗർ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. ഇവിടെ പോകുമ്പോ അവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു വിമാനം നിർത്തിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയില്ല, നെടുമ്പാശ്ശേരിയിൽ ഒരു വിമാനത്തിന്റെ പ്രതിമ അവിടെ നിർത്തിയിട്ടുണ്ടാവും. അതിന്റെ സൈഡിൽ കൂടെ പോയാൽ എന്റെ വീട്. അപ്പൊ ഞാൻ അവിടെ ഇരിക്കാം. അവിടെ ഇപ്പം പോകണ്ട, അവിടെ ഇപ്പം എന്റെ ഭാര്യ ഒറ്റയ്ക്കുള്ളൂ. ഈ അവിടെ പോയി ഇങ്ങനെ കുത്തിരിക്കുക. അല്ല, ഒന്ന് സഹായിക്കണം സാറേ. സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഈ അവിടെ പോയിക്ക് അവിടെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ റെഡിയാക്കാം. നീ അവിടെ നിൽക്ക്, വീട്ടിൽ നിൽക്ക്, ഞാൻ വരാം. അങ്ങോട്ട് പോയി ആള് നിൽക്കണ കണ്ടല്ലേ നിന്റെ ഈ ബ്ലോക്ക് കാരണം ബാക്കിയുള്ള സമയം കുറേ മന്ത്രിമാരെ റെക്കമെൻഡേഷന്റെ കളിയാണ് എനിക്ക്. അതിന്റെ ഇടയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. നിങ്ങൾ വിട്, നിങ്ങൾ 2 ലിറ്റർ മാജിക് മൊമെന്റ് അടിക്കേ. എന്താ എന്ത് കാണിക്കണേന്നാ? എണീക്കാൻ എണീക്കാൻ. നല്ല കോലായിട്ടുണ്ട്. അയ്യോ വയ്യ. അതെ, നിങ്ങൾ ബിവറേജിൽ പോണ്ട. ബിവറേജിൽ നിന്ന് പോണ്ട, പോയല്ലോ. അതല്ല, നിങ്ങൾ KSRTC-ന്ന് ജോലി മാറിയിട്ട് ബിവറേജിലേക്ക് പോണ്ടോന്ന്. അത് പോവും. എന്തിന്? എന്തിനെന്ന് ചോദിച്ചാ എല്ലാ ആൾക്കാരും ഡെപ്യൂട്ടേഷനിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. ആർക്കൊക്കെ താല്പര്യം എന്ന് ചോദിച്ചപ്പോ എല്ലാരും കൊടുത്തു. അപ്പൊ കൂട്ടത്തിൽ ഞാനും കൊടുത്തു. എന്നാ അപ്പൊ നിങ്ങൾ പോണ്ട. എന്താ പോണ്ടാന്ന്? പോണ്ട അത് തന്നെ. പിന്നെ KSRTC-ലായിട്ട് തന്നെ വെള്ളത്തിലാ മുഴുവൻ സമയം. ഇനിയിപ്പൊ ബീവറേജിൽ കൂടി പോകാതെ കുറവുള്ളൂ. കുടിയൊക്കെ ഇപ്പൊ എവിടെ? എവിടെ? ഇപ്പൊ നിർത്തിയില്ലേ, ഇപ്പൊ കുറച്ചല്ലേ കഴിയുള്ളൂ. പിന്നല്ലേ ഇന്നിപ്പോ കുടിച്ചില്ലേ? ഇന്നിപ്പോ കുടിച്ചിട്ട് വന്നതല്ലേ. ഇന്നലെയോ? ഇന്നലെ കുടിച്ചു. മിനിഞ്ഞാന്നാളോ? മിനിഞ്ഞാന്ന് കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടില്ലേ? ഇല്ല. ആരാ പറഞ്ഞില്ലാന്ന്?
മിനിഞ്ഞാന്ന് കുടിച്ചുന്നോ? ആ മിനിഞ്ഞാന്ന് കുടിച്ചിട്ട് വന്നിട്ടല്ലേ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് എന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉരുണ്ടടിച്ച് വീണത്. ആ അപ്പൊ മിനിഞ്ഞാന്ന് കുടിച്ചു. ചുരുക്കത്തിൽ എല്ലാ ദിവസവും കുടിക്കന്നെ. വേണ്ട വേണ്ട എന്ന് വിചാരിക്കും. പിന്നെ ആ നിങ്ങളുടെ ഈ കുടി നിർത്താൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. അതിന് ചികിത്സ എവിടെ കിട്ടുന്നത് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ബീവറേജിലേക്കൊന്നും പോവണ്ട, KSRTC നിന്നാ മതി. അപ്പൊ നിനക്ക് മാസം ശമ്പളം വേണ്ടേ? ആ പിന്നെ ശമ്പളം കിട്ടാൻ പറ്റുമോ? ഇപ്പൊ കിട്ടണ്ടല്ലോ, അതേപോലെ മതിയോ അതോ ശരിക്കും ശമ്പളം വേണോ? ശമ്പളം വേണം. ആ ശമ്പളം വേണല്ലോ. ആ KSRTC ഡെപ്യൂട്ടേഷൻ വാങ്ങിയിട്ട് നേരെ ബിവറേജിലേക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ കൃത്യമായിട്ട് ശമ്പളം കിട്ടും നിനക്ക്. അങ്ങനെയാണോ? അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് വേണം എന്റെ പണയം വെച്ച സ്വർണ്ണമൊക്കെ എടുക്കാനേ. ആ അതൊക്കെ എടുക്കണ്ടേ നമുക്ക്? അതെ. എന്നാ പിന്നെ ബീവറേജിലേക്ക്. അല്ല ഇതിപ്പോ എന്ന് കിട്ടും ഈ ജോലി? എന്ന് കിട്ടുന്ന ചോദിച്ചാ അപ്പൊ എല്ലാ ആളുകളും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ പെട്ടെന്ന് കിട്ടുമല്ലോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കിട്ടും. അതിന് വേറൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? അതായത് നീ കുടിക്കമ്പനി എന്താ നിനക്കറിയാവോ? കുറിക്കമ്പനി? കുറിയല്ല, കുടി നമ്മള് കുടിക്കണേ. ആ അപ്പൊ ഒരു കുപ്പി ഇവിടെ എടുത്തു വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞ അപ്പൊ കിട്ടുന്ന ഒരു 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 ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറഞ്ഞ രക്തബന്ധത്തെക്കാട്ടിലും വലുതാണ്. മതിയോ പ്രസംഗം വേണ്ട, ജോലി കിട്ടോന്ന് പറ. ആ കിട്ടും. ഇങ്ങനെയുള്ള കുടിക്കമ്പനിയുടെ മെയിൻ ആളാണ് ബിവറേജിലെ യൂണിയൻ നേതാവ്. എന്റെ സ്വന്തം ആളാ. അതുകൊണ്ടെന്താ ജോലി ഉറപ്പ്. അയ്യാ രണ്ട് ബുള്ളറ്റ് ബിയർ കണ്ടോ? സാറേ ഒരു 1/2 ലിറ്റർ MC അല്ലട്ടോ, എന്നെ ഓർമ്മയുണ്ടോ? ഇവിടെ എത്ര ആള് പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങളെങ്ങനെ ഓർമ്മിക്കാനാണ്? അതെ, ഞാനന്ന് പഞ്ചായത്ത് ദിവസത്തിന്റെ രുക്മിണി സദാശിവന്റെ ശുപാർശ കത്ത് തന്നില്ലേ ഡെപ്യൂട്ടേഷൻ വേണ്ടി? അത് ശരിയായില്ല കേട്ടോ. അല്ല ബേബി സാർ, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം. ഇപ്പൊ പണിയൊന്നുമില്ല, ഞാനിപ്പോ പെയിന്റിങ്ങിന് പോണേന്ന്. നമുക്ക് ശരിയാക്കാം, ഞാൻ പറഞ്ഞില്ല നിങ്ങള് ആകെ ടെൻഷൻ. അതാണ് ഈ തുറഞ്ഞ സാധനമൊക്കെ മേടിച്ച് അടിക്കണം. എന്നെ സഹായിക്കും. ശരിയാക്കാം, കാണുള്ളവന് അത് ചെയ്യാം. പിന്നെ കാര്യം പറയട്ടെ സാറേ, ഈ KSRTC ഡെപ്യൂട്ടേഷന് വന്ന സത്യശീലിന് ഇവിടെയാണോ വർക്ക് ചെയ്യണ? സത്യശീലന? ആ, താടിയൊക്കെ ഉള്ള. നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത? ഞങ്ങളുടെ ഡിപ്പോയിലായിരുന്നു പുള്ളി. അതെ. അവൻ ഇവിടെ ഉണ്ട്, ഗോഡൌണിലുണ്ടാവും. ഒന്ന് കാണാൻ പറ്റുമോ? അവിടെ ചെന്ന് താഴെ അല്ലേ? 1886 എടുത്തോ ബിജു. പൊട്ടും നോക്കണേ, കുപ്പിയാണ്. 9 20 സത്യേട്ടാ, എന്തായാലും ആര് ഞാനവിടെ അന്വേഷിച്ചു. സത്യേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ്. ഞാൻ വേണ്ട 1 മാസമായല്ലോ. ഇവിടെ സെറ്റപ്പ് ആണല്ലേ? പിന്നെന്താ, ഒരു കുഴപ്പമില്ലേ. ശമ്പളമൊക്കെ ഓക്കെയാണോ? ഇത് സ്ഥാപനം വേറെയല്ലേ, 1-ാം തീയതി ഉണ്ടെങ്കിൽ അക്കൗണ്ടിൽ പൈസ വരും. ആണോ? ഇവിടെ ഒന്ന് കേറാൻ പറ്റുമോ സത്യേട്ടാ? നമുക്ക് നോക്കാം. ഇവിടെ യൂണിയന്റെ ആളുടെ ഇവിടെ. ഒന്ന് പറഞ്ഞോട്ടോ. ഓ ശരിയാക്കാം. അല്ല, ഞാൻ അവിടുന്ന് പോരുമ്പോ എല്ലാവർക്കും പാർട്ടിയൊക്കെ കൊടുത്തിട്ടാണല്ലോ പോകുന്നത്. നിന്നെ കണ്ടില്ലല്ലോ, ഞാൻ വിളിച്ചു കിട്ടിയില്ല. വരാൻ പറ്റിയില്ല സത്യേട്ടാ, വൈഫിന്റെ അനിയത്തിയുടെ കല്യാണമാണേ. എന്തേലും കൊടുക്കണ്ടേ? അവിടെ നിന്നാണെങ്കിൽ ശമ്പളം കിട്ടിയിട്ട് മാസം എത്രയായി. ഞാനിപ്പോ ഒരു പെയിന്റിങ് കോൺട്രാക്ടറുടെ പെയിന്റിങ്ങിന് പോണേന്ന്. ആകെ ടെൻഷനാണ്. ഇതേ കുറഞ്ഞ സാധനം മേടിച്ച് ഒന്ന് അടിക്കാതെ. ഇവിടെ പൊട്ടിയത് വലിയ ഇരിപ്പുണ്ടോ? നല്ലത് പൊട്ടിയതാ? അങ്ങനെ കേട്ടിട്ടുണ്ടേ, പൊട്ടിയത്. നല്ല പാക്കിങ്ങിലെ സാധനം വരുന്നത്. ഒന്ന് ശ്രമിക്കണേട്ടാ. നോക്കാം. എന്തായാലും അത് ഞാൻ പറയാം കേട്ടാ. അല്ല, ഇവനിവിടെ ഉണ്ടാ? ഇവിടെ അല്ലേ? എടാ മോഹന, നീ ഇവിടെയാണാ? ഇവൻ വലിയ യൂണിയൻ നേതാവായിരുന്നില്ല അവിടെ? അതിനെ ഞാൻ ആ ഡെപ്യൂട്ടേഷന്റെ കാര്യം പറഞ്ഞപ്പോ KSRTC അമ്മയാണ് പെങ്ങളാണ് സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ പറയും. അത് ശരി. ഇപ്പൊ ഇവൻ തടിയാണെങ്കിൽ പണിയെടുക്കണ്ടല്ലേ ഇവിടെ? കുപ്പിയാണോ നോക്കി കൊണ്ടോണ്ടാ? അത് കൊള്ളാം, എല്ലാവരും കടി ചാടിയാ. അതേ, ഇനി വേറൊരു സംഗതി വേണം കാണിച്ചു തരാം. അടിക്കാൻ അതല്ല വേറെ
മനസ്സിലായോ? ആരാന്ന് മനസ്സിലായോ? ഇല്ല. ആ? സാറേ സാറേ പ്യാരി. സാറേ, അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടാ? ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.